അച്ചം തവിർ എന്ന ഹ്രസ്വചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് കടന്നു വന്ന വ്യക്തി. ക്ലബേഴ്സ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച ചിത്രം എന്നീ അവാർഡുകൾ അച്ചം തവിർ നേടി. ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് വളരെ കുറച്ച് സിനിമകൾ കൊണ്ടുതന്നെ പ്രേക്ഷക ലക്ഷങ്ങളുടെ ആവേശമായി മാറിയ സാക്ഷാൽ ലോകേഷ് കനകരാജ് 2017 ആദ്യ ഫീച്ചർ ചിത്രമായ മാ നഗരം സംവിധാനം ചെയ്യുന്നത്. തുടർന്ന് കാർത്തിയെ നായകനാക്കി കൈദി സംവിധാനം ചെയ്തു. ഗംഭീര വിജയം നേടിയ കൈദിക്ക് ശേഷം വിജയ് നായകനായ മാസ്റ്റർ 2021 പുറത്തിറങ്ങി. അക്കാലത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായിരുന്നു മാസ്റ്റർ. കമലഹാസൻ നായകനായെത്തിയ വിക്രത്തിലൂടെ അതുവരെ കാണാത്ത സിനിമാ അനുഭവം തന്നെയാണ് ലോകേഷ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. ചിത്രം വൻ വിജയം നേടുകയും ചെയ്തു. വിജയ് നായകനായെത്തിയ ലിയോ ആയിരുന്നു തുടർന്ന് വന്നത്. എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തിയ ചിത്രമായിരുന്നു ലിയോ. വൻ വിജയം നേടിയ ലിയോയ്ക്ക് ശേഷം രജനീകാന്ത് നായകനായെത്തുന്ന കൂലിയാണ് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്നത്. പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കൂലി. എന്തത്ഭുതമാണ് ലോകേഷ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ.